ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക ആരോപണങ്ങൾ സ്വീകരിച്ച നടപടിയുടെ ആദ്യഘട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. കേസ് ഹൈക്കോടതി നാളെ പരിഗണിക്കും. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ ശ്രീകാന്ത്. നാളെ ഒരു തീപ്പൊരി കേസ് ഹൈക്കോടതിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് രണ്ടാമത്തെ സിറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. നാളത്തെ ദിവസം സുപ്രധാനമായ ദിവസമാണ്. കാരണം പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നാളെ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഒന്നാമത്തേത്, ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കും. ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ടാണ് അവിടെ സമർപ്പിക്കാൻ പോകുന്നത്. ആരെയൊക്കെ കണ്ടു, ആരിൽ നിന്നൊക്കെ മൊഴിയെടുത്തു, ആരിൽ നിന്നൊക്കെ പരാതിയായി സ്വീകരിച്ചു, ഇനി തുടർ നടപടികൾ എന്തൊക്കെ ഉണ്ടാകും, അത് നാളെ കോടതിയിൽ വിശദീകരിക്കും. റിപ്പോർട്ട് വയ്ക്കുന്നതിനൊപ്പം രണ്ടാമത്തെ കാര്യം, പുതുതായി ആർക്കെങ്കിലും കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നാളെ തന്നെ തീരുമാനമുണ്ടാകും. ഒരു പക്ഷേ കോടതി അക്കാര്യത്തിൽ കോടതിയുടേതായ ഭാഗം കൂടി പറയുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ ഉള്ളത്, നിലവിൽ നടക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ സംബന്ധിച്ച് കോടതി എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ സുപ്രീം കോടതി നടൻ സിദ്ദിഖിനടക്കം മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഈ ഡിവിഷൻ ബെഞ്ച് പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമോ? ഈ പോക്സോ പോലെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുമോ? കൂടുതൽ പേർ കുടുങ്ങുമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ പോകുന്ന ദിവസം നാളെയാണ്. വിശദമായി തന്നെ ആ കേസ് നാളെ കേൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത്രയും നാൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിഞ്ഞിരുന്ന വിരുദ്ധന്മാരാരൊക്കെ എന്നുള്ളത് ഒരു പക്ഷേ നാളെ കോടതിക്ക് മുൻപാകെ തുറന്നു കാട്ടപ്പെടും. ഓക്കെ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. റീന സതീശൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം: മീഡിയയ്ക്ക് മുന്നിൽ കണ്ട മനാഫിനെ മാത്രമേ നമുക്കറിയാവൂ. ചിലപ്പോൾ ആ കുടുംബം പറയുന്നതിൽ സത്യം ഉണ്ടോ എന്നറിയില്ലല്ലോ. ആരാണ് തെറ്റുകാരെന്ന് കാലം തെളിയിക്കട്ടെ എന്നാണ് റീന സതീശൻ പറയുന്നത്.